ഹായ് എവരിവൺ, ഞാൻ മൂസിന. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കപ്പ റോസ്റ്റാണ്. അപ്പം നമുക്ക് ഈ കപ്പ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കപ്പ മഞ്ഞളിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ചതച്ചത്, ഉപ്പ്, ചെറിയ ജീരകം, മുളക് പൊടി, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയാണ്, പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു സവാള കട്ടിയത്, കടുക്, എണ്ണ. അപ്പം ഇത്ര മാത്രമേ നമുക്ക് കപ്പ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഏകദേശം എണ്ണ ഒന്ന് ചൂടായി വരേണ്ട നമുക്ക് എണ്ണയ്ക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മളെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി, ചെറുള്ളി, വറ്റൽമുളക് ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടട്ടെ. ഇതിൻ്റെ ഈ പച്ചമണക്കൊന്ന്, ഉള്ളിൻ്റെയൊക്കെ പച്ചമണക്കൊന്ന് പോയിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് ഇടാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് അതിൻ്റെ മണക്കൊന്ന് പോയി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ചിരകി വെച്ചത് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിക്ക് ഒരല്പം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ എരിവുണ്ടാവും. നമുക്കിതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിക്ക് മഞ്ഞളിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ അതിക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കല്ലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സാക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോ കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ സവാളയൊക്കെ ഇതിൽ നന്നായിട്ട് സെറ്റ് ആവട്ടെ. അപ്പം നമ്മുടെ കപ്പ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല വേപ്പിലയുടെയും മല്ലിയുടെയൊക്കെ വറ്റൽമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല നമ്മളെ കപ്പ റോസ്റ്റ് അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ തയ്യാറാക്കിയ കപ്പ റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മളെ ബ്രോ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. എങ്ങനെയുണ്ട് എൻ്റെ കപ്പ റോസ്റ്റ്? സംഭവം വിചാരിച്ച പോലെയല്ല. കിറ്റുമാണ്, സിസ്റ്റർ ആയതുകൊണ്ട് പറയല്ല. ഞാൻ വിചാരിച്ചത് എങ്ങനെ ഉണ്ടാവും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എരിവും എല്ലാ സംഭവവും കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കിടും. ഇതിൻ്റെ കൂടെ ഈ കട്ടൻ ചായയും കൂടി കൂട്ടി കഴിഞ്ഞാണല്ലോ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് 4 മണിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ്. താങ്ക് യു.